ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റാഗി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു ലഞ്ച് ബോക്സ് പാക്കിംഗ് കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റാഗി ദോശയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് റാഗി ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 1/4 കപ്പ് അരി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് തുവരപ്പരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പാണെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ പരിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുപയർ ആഡ് ചെയ്തത്. 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണ് ഉലുവ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ റാഗി ദോശ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, വളരെ പ്രോട്ടീൻ റിച്ചാണ്. ഷുഗർ പേഷ്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഇഡ്ഡലി, ദോശ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ കേരളത്തിലുള്ളവർക്ക്. അപ്പോൾ അവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, വളരെ ഹെൽത്തി കൂടിയാണിത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മളത് വയ്ക്കുക. അത് ആ റാഗിയിലുള്ള ഡസ്റ്റൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്തെടുക്കാം. ഒരു 4 to 5 ടൈംസ് നല്ലപോലെ ഇത് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു 8 hours സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് ഇത് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ വൈകുന്നേരമായപ്പോൾ നല്ലോണം അരച്ചെടുത്തു. അപ്പോൾ ഇനി രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് നല്ലപോലെ ഫെർമെൻ്റായി വന്നതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ മോർണിംഗ് ആയപ്പോൾ ഫരിയയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാനിതാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ അവളുടെ ടിഫിൻ ബോക്സിൽ വയ്ക്കാൻ പാകത്തിലുള്ള കുഞ്ഞു ദോശയാണ് ആഡ് ചെയ്യുന്നത്. ഞാനതിലേക്ക് സാധാരണ ദോശയിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയോ നെയ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടും നിങ്ങൾക്ക് കൊടുത്തു വിടാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീക്ക്ലി വൺസ് ആണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ രാവിലെ ഫരേൻ്റെ ലഞ്ച് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഒരു 3 കുഞ്ഞ് ദോശയാണ് അവൾക്ക് ഉണ്ടാക്കിയത്. നമുക്കത് ലഞ്ച് ബോക്സിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാറാണ് കോമ്പിനേഷനായി കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാറും പ്രോട്ടീൻ റിച്ച് ആണല്ലോ, നമ്മൾ പരിപ്പും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലേഡീസ് ഫിംഗർ ഫ്രൈ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ലേഡീസ് ഫിംഗർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് സോൾട്ട്, ആവശ്യത്തിനുള്ള സോൾട്ട്, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അത് ഞാനൊരു 5-6 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടലമാവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. ഓൾറെഡി ആ ലേഡീസ് ഫിംഗറിലുള്ള വെള്ളം തന്നെ അത് മതിയാവും. ആ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ, അത് മതിയാവും. ഒരു 5 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോൾ അത് സെറ്റായി വന്നോളും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ക്രിസ്പിയാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാനുള്ള ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലൊരു ഓപ്ഷനാണിത്. നമുക്ക് ലഞ്ചിനോ സ്നാക്സൊക്കെ ആയിട്ടും കൊടുത്തു വിടാം. ഞാനിവിടെ ഫരയ്ക്ക് ഇന്നത്തെ ലഞ്ചിനാണ് ഞാനത് കൊടുത്തു വിടുന്നത്. പിന്നെ സ്നാക്സായിട്ട് ഒരു ബനാനയും പിന്നെ കുറച്ച് ആൽമണ്ട്സും കുറച്ച് പിസ്താഷ്യൂസുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫരേൻ്റെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.